കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ സീലിംഗ് അടർന്നു വീണ് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ യാത്രക്കാരുടെ ഇരിപ്പിടത്തിന് മുകളിലാണ് സീലിംഗ് അടർന്നു വീണത്. അനീഷ് ദേവസ്യ ഈ വാർത്തയെക്കുറിച്ച് പറയാൻ ചേരുകയാണ്. പറയാം അനീഷ്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ആളുകളൊക്കെ ഇരിപ്പിടത്തിന്റെ തൊട്ട് മുകളിലായുള്ള ഈ സീലിംഗ് ആണ് അടർന്നു വീണിരിക്കുന്നത്. ഈ സീലിംഗ് അടർന്നു വീണ് 2 യാത്രക്കാർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഈ സുൽത്താൻ ബത്തേരി അതുപോലെ മാനന്തവാടി ബസ്സുകളൊക്കെ ഈ ട്രാക്ക് പിടിക്കുന്നത് ഈ 13-ാം നമ്പർ ആ പ്ലാറ്റ്ഫോമിലാണ് ഈ സീലിംഗ് അടർന്നു വീണിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഈ 2 ബീമുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഈ സീലിംഗ് ആണ് പൊട്ടി തറയിൽ വീണിരിക്കുക. 1:30ക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 2 യാത്രക്കാരെ തലയിൽ ഇത് വീണ് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ ഈ കോഴിക്കോട് ഈ KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പുലർച്ചെ അതിനെ തന്നെ വലിയൊരു തിരക്ക് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇവിടെ ഇരിക്കുന്ന ഈ യാത്രക്കാരുടെ തലയ്ക്ക് ഈ സീലിംഗിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് പരിക്കേറ്റുണ്ട്. ഈ പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ ഒരു നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ ഒരു നിലവാരത്തെക്കുറിച്ചും നേരത്തെ തന്നെ വ്യാപകമായ ഒരു പരാതി ഉള്ളതാണ്. അതാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ഒട്ടും സുരക്ഷിതമല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം എന്നാണ് ഇപ്പോൾ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ കോഴിക്കോട്ടെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട, അതായത് നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു KSRTC സ്റ്റാൻഡിലാണ് ഈ ദുരവസ്ഥ. ഇനിയും ഈ ഭാഗത്ത് ഇങ്ങനെ സീലിംഗ് അടർന്നു വീഴാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊരു ഭീതിയിലാണ് നിലവിൽ യാത്രക്കാരുള്ളത്. നിലവിൽ നമ്മൾ ദൃശ്യം കാണുന്ന ഇവർ പുലർച്ചെ ഉണ്ടായ ഒരു 1:30 ഒരു അപകടമായാൽ തന്നെ ഈ സീലിംഗ് സാധനങ്ങളെല്ലാം ഇവിടുന്ന് ഈ ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ 2 ബീമുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന സീലിംഗ് ആണ് അടർന്നു വീണിരിക്കുന്നത്. ഏതായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ഒരു ഇടപെടലും അതിലൊരു സുരക്ഷാ പരിശോധനയും ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. SKN. ഓക്കെ, താങ്ക് യു അനീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.